Dear students, നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, എന്താണ് സിംഗിൾ എൻട്രി അല്ലെങ്കിൽ എന്താണ് ഡബിൾ എൻട്രി, അതിൻ്റെ ഡിഫറൻസ് പറഞ്ഞു. അതേപോലെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. ദെൻ സിംഗിൾ എൻട്രി ഡബിൾ എൻട്രി ആ രണ്ട് സിസ്റ്റം തമ്മിലുള്ള മേജർ ഡിഫറൻസസ്. നമുക്കറിയാം സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യണത് ചെറിയ ചെറിയ സ്ഥാപനങ്ങളാണ്. ദെൻ ഡബിൾ എൻട്രി സിസ്റ്റം ആണെങ്കിൽ വലിയ ഓർഗനൈസേഷൻസ് ആണ്. ദെൻ സിംഗിൾ എൻട്രി സിസ്റ്റം സിമ്പിൾ ആണ്, പക്ഷെ അതൊരു ഇൻകംപ്ലീറ്റ് റെക്കോർഡാണ്. നമ്മൾ രണ്ട് സൈഡും അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് എലമെന്റ്സും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ സംഭവിച്ചാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ് അതാണ് പറയാൻ പോണത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം. ആദ്യത്തെ ടൈപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം എന്നുള്ളത്. പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന മെത്തേഡിൽ നമ്മൾ പേഴ്സണൽ അക്കൗണ്ട്സ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. പേഴ്സണൽ അക്കൗണ്ട്സ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മുടെ പ്രസൻറ്റോ അല്ലെങ്കിൽ പ്രസൻറ്റ് ഇൻഫർമേഷൻസ്, ദാറ്റ് മീൻസ് നമ്മുടെ സെയിൽസ് റിലേറ്റഡ് ആയിട്ടോ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടോ നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഇപ്പോൾ ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണ്, അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് എത്രയാണ്, അങ്ങനെയുള്ള പ്രസൻറ്റ് ഇൻഫർമേഷൻസ് ഒന്നും അവൈലബിൾ അല്ല. അതാണ് പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം. സോ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ആദ്യത്തെ ടൈപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം. അവിടെ സെയിൽസ്, പർച്ചേസ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ് ഇങ്ങനെയുള്ള ഐറ്റംസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രസൻറ്റ് ഇൻഫർമേഷൻസ് ഒന്നും അവൈലബിൾ അല്ല. അതാണ് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് വൺ വന്നിട്ട് സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം. രണ്ടാമത്തെയാണ് സിമ്പിൾ സിംഗിൾ എൻട്രി. ഇവിടെ പേഴ്സണൽ അക്കൗണ്ട്സിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്യാഷ് ബുക്സ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ കൂടെ തന്നെ ക്യാഷ് ബുക്കും കൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ക്യാഷ് നമ്മൾ റിസീവ് ചെയ്തു, ക്യാഷ് റിസീവ്ഡ് എത്രയാണ്, ക്യാഷ് പെയ്ഡ് എത്ര പൈസ കൊടുത്തു, ക്യാഷ് പെയ്ഡ് എത്രയാണ്, അല്ലെങ്കിൽ ഫ്രം ആരുടെ കയ്യിൽ നിന്നാണ് അല്ലെങ്കിൽ ടു ആർക്കാണ്, സോ ഡെറ്റേഴ്സ് എത്രയാണ്, ക്രെഡിറ്റേഴ്സ് എത്രയാണ്, അല്ലെങ്കിൽ ബിൽ ഇഷ്യൂഡ് എത്രയാണ്, ബിൽ റിസീവ്ഡ് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. അതാണ് സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം. സോ ക്യാഷ് റിസീവ്ഡ്, ക്യാഷ് പെയ്ഡ്, ബിൽ ഇഷ്യൂഡ്, ബിൽ റിസീവ്ഡ്, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി തേർഡ് ക്ലാസിഫിക്കേഷൻ വന്നിട്ട് ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റം. ഇവിടെ സെയിൽസ് ബുക്ക്, പർച്ചേസ് ബുക്ക്, ബിൽ റിസീവബിൾ ബുക്ക്, ബിൽ പേയബിൾ ബുക്ക് അങ്ങനെയുള്ള ബുക്സുകൾ, അതായത് സബ്സിഡറി ബുക്കുകൾ കൂടി നമ്മുടെ മെയിനായിട്ട് പേഴ്സണൽ അക്കൗണ്ട്സും അതേപോലെ ക്യാഷ് ബുക്കും ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇൻ അഡീഷൻ ടു ക്യാഷ് ബുക്ക് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് അവിടെ ഇത്തരത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞ സബ്സിഡറി ബുക്കുകൾ അതിനൊക്കെ ഈ ക്യാഷ് ബുക്കിനും പേഴ്സണൽ അക്കൗണ്ട്സിനും കോംപ്ലിമെൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് എവിഡൻസ് എന്നുള്ള രീതിയിൽ സെയിൽസ് ബുക്കും പർച്ചേസ് ബുക്കും ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക് അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യും. സോ അതാണ് ക്വാസി. അപ്പം നമ്മൾ പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം, സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം, ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റം ഈ 3 ടൈപ്പാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അടുത്ത ഹെഡ് വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അതിൻ്റെ പേരുള്ള പറയണ പോലെ തന്നെ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ഒരു പർട്ടിക്കുലർ ബിസിനസ് എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസിന് ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഒരു ഗിവൺ ടൈമിൽ അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് കാണിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. SOA സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഒരു പർട്ടിക്കുലർ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കൃത്യമായി കാണിക്കുന്നതാണ്.
ഓക്കെ, ഇവൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു കൃത്യമായി കാണിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇറേഴ്സിനുള്ള ചാൻസസ്, ഇറേഴ്സ് മീൻസ് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടായിരിക്കും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും നമ്മൾ പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ കമ്പനിയുടെ കസ്റ്റമേഴ്സോ കമ്പനിയുടെ എംപ്ലോയീസോ കോമ്പറ്റീറ്റേഴ്സോ ഇവരൊക്കെ ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കീ പർപ്പസ് എന്ന് പറയുന്നത്. കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും റെക്കോർഡ് ചെയ്യുക, ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കണമെന്ന്. ഇതേപോലെ നമുക്കറിയാം ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കൃത്യമായിട്ട് കാണിക്കണം, അക്യുറേറ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ഏതാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് ആണ്. നമുക്കറിയണ പോലെ തന്നെ ബാലൻസ് ഷീറ്റ്. യെസ്, സോ എന്താണ് ബാലൻസ് ഷീറ്റും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. രണ്ടും എന്താ ചെയ്യണത്, ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുകയാണ്. പക്ഷെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുക എന്നുള്ളതാണ്. എന്നാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന്റെ ഒബ്ജക്റ്റീവ് പറയണത് ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത്, അതല്ലാന്നുണ്ടെങ്കിൽ കമ്പനിയുടെ അസറ്റ്സ് ലയബിലിറ്റീസിന്റെ ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂ കാണിക്കുക, സർപ്ലസും ഡെഫിഷ്യൻസിയും കാണിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ. കൃത്യമായിട്ട് അസറ്റ്സും ലയബിലിറ്റീസും ഷോൺ ചെയ്യുക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുക എന്നുള്ളതിനേക്കാൾ ഓപ്പണിംഗ് ക്ലോസിംഗ് ക്യാപിറ്റൽ കാണിക്കുക, ഡെഫിഷ്യൻസീസ് ഉണ്ടോ അല്ലെങ്കിൽ സർപ്ലസ് ആണോ അത് എസ്റ്റിമേറ്റഡ് വാല്യൂസ് കാണിക്കുക. ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ. ഇനി അതിന്റെ ബാലൻസ് ഷീറ്റിൽ രണ്ടാമത്തെ ഡിഫറൻസ് വന്നിട്ട് ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഡബിൾ എൻട്രി സിസ്റ്റം ആണ് ഒരു കമ്പനി ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് വലിയ ഓർഗനൈസേഷൻസിലൊക്കെ ആണെങ്കിൽ ബാലൻസ് ഷീറ്റും ദെൻ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം വഴിയാണ് ബുക്ക് കീപ്പിംഗ് നടത്തുന്നത് ഒരു കമ്പനി എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ആണ് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. ദെൻ തേർഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക്കൽ കറക്റ്റ്നെസ്, എത്രമാത്രം നമുക്കത് വിശ്വസിക്കാൻ പറ്റും, എത്രമാത്രം അത് കറക്റ്റ് ആണ്, അക്യുറേറ്റ് ആണ്, അതാണ് തേർഡ് ഡിഫറൻസ്. ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുമ്പോൾ അറിയാം, ഏത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്താലും അതിന്റെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. 1 ലക്ഷമാണ് അസറ്റ് എന്നുണ്ടെങ്കിൽ 1 ലക്ഷം തന്നെയാണ് ലയബിലിറ്റി. ദെൻ 2 ലക്ഷം അസറ്റ് ഉണ്ടെങ്കിൽ 2 ലക്ഷം ലയബിലിറ്റി. അപ്പോൾ തെറ്റില്ലാതെ കൃത്യമായിട്ട് ബോത്ത് സൈഡ്സ് ഓഫ് എ ബാലൻസ് ഷീറ്റ് എപ്പോഴും എന്തായിരിക്കും, മാച്ച് ചെയ്യും, ഈക്വൽ ആയിരിക്കും. അതെന്തിനെ കാണിക്കുന്നത്, അരിത്തമെറ്റിക്കൽ കറക്റ്റ്നെസ്സിനെയാണ്. പക്ഷേ നമ്മുടെ SOA ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ അരിത്തമെറ്റിക്കൽ കറക്റ്റ്നെസ് കമ്പാരറ്റീവ്ലി കമ്മിയാണ്. ഒരു പർട്ടിക്കുലർ പീരീഡിൽ കുറെ ഇൻഫർമേഷൻസ് കാണിക്കുന്നു, പക്ഷെ അതൊരു ട്രയൽ ബാലൻസിനെ ബേസ് ചെയ്തല്ല പ്രിപ്പയർ ചെയ്യണത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ അരിത്തമെറ്റിക്കൽ അക്യുറസി കമ്പാരറ്റീവ്ലി കമ്മിയാണ്. അവിടെ അസറ്റും ലയബിലിറ്റിയും ഈക്വൽ ആവണം അല്ലെങ്കിൽ ബോത്ത് സൈഡ്സ് ഈക്വൽ, അങ്ങനെയുള്ള ഒരു റൂളൊന്നും ഇല്ല. ദെൻ ഫോർത്ത് ഡിഫറൻസ് ആക്ച്വൽ ആൻഡ് എസ്റ്റിമേറ്റഡ് വാല്യൂസ് എന്നുള്ളൊരു ബേസ് ആണ് തന്നിട്ടുള്ളത്. അതായത് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ അസറ്റ്സും ലയബിലിറ്റീസും കാണിക്കുന്നത് അതിന്റെ ആക്ച്വൽ വാല്യൂ എത്രയാണോ അതിന്റെ മുകളിലാണ്. 1 ലക്ഷം ആണെങ്കിൽ 1 ലക്ഷം. എന്നാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ നമ്മൾ അസറ്റ്സും ലയബിലിറ്റീസും ഷോൺ ചെയ്യുന്നത് എസ്റ്റിമേറ്റഡ് വാല്യൂ ആണ്. അതിന് ഇത്ര രൂപയായിരിക്കാം, ആ ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂവിന്റെ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അസറ്റ്സും ലയബിലിറ്റീസും ബാലൻസ് ഷീറ്റിലാണെങ്കിൽ ഈക്വൽ ആയിരിക്കും. അസറ്റ് 1 ലക്ഷം ആണെങ്കിൽ ലയബിലിറ്റി 1 ലക്ഷം. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു മിസ്മാച്ച് ഉണ്ടെങ്കിൽ, ഏത് ഐറ്റാണ് നമ്മൾ വിട്ടുപോയിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിട്ടുള്ളത്, ആ ഒരു മിസ്റ്റേക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈസിയാണ് ബാലൻസ് ഷീറ്റിൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻ ദ കേസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അസറ്റ്സും ലയബിലിറ്റീസും ഈക്വൽ അല്ല, എസ്റ്റിമേറ്റഡ് വാല്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മേ ബി റോങ് എസ്റ്റിമേഷൻ ആവാം, എവിടെയാണ് തെറ്റ് പറ്റിയെന്ന് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ല. ദെൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് കൃത്യമായി പ്രിപ്പയർ ചെയ്യുന്നു, കൃത്യമായ റൂൾസിനെ ബേസ് ചെയ്താണ്, ട്രയൽ ബാലൻസ് എന്നാണ് അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. സോ അതുകൊണ്ട് തന്നെ
ഒരു വാലിഡിറ്റി ബേസ് ചെയ്ത് കോർട്ട് എപ്പോഴും ഒരു കോടതിയിലൊക്കെ നമ്മളൊരു കേസ് ഫയൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനിയായി അസോസിയേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് എക്വയർ ചെയ്യുമ്പോൾ കോർട്ട് എപ്പോഴും അക്സെപ്റ്റ് ചെയ്യണത് ബാലൻസ് ഷീറ്റ് ആണ് ആസ് എ പ്രൂഫ് ഓഫ് വാലിഡ് ഇൻഫർമേഷൻ. എന്നാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഒന്നും എന്ത് ചെയ്യില്ല, കോടതികൾ അല്ലെങ്കിൽ നിയമപരമായിട്ട് ലീഗലി അത് അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള രണ്ട് ടേംസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും അല്ലെ. നമുക്ക് എപ്പോഴും ചിലപ്പോൾ പരസ്പരം മാറും, ചിലപ്പോൾ പറഞ്ഞു വരുമ്പോഴൊക്കെ ഇടയ്ക്ക് നമുക്ക് മാറിപ്പോകുന്ന ഒരു കാര്യമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഈ രണ്ടും രണ്ട് കാര്യങ്ങളാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും അതിന്റെ പേരിൽ പറയണ പോലെ തന്നെ ഒന്ന് അക്കൗണ്ട് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ ഒന്ന് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇനി P&L അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണത് കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് അല്ലെങ്കിൽ കമ്പനിയുടെ ഗ്രോസ് ലോസ് എത്രയാണ്. നമ്മൾ ചെയ്തിട്ടുള്ള പ്രീവിയസ് പ്രോബ്ലംസിലൊക്കെ ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുമ്പോൾ അത് ക്ലോസിംഗ് ക്യാപിറ്റൽ. കമ്പനി ഒരു വർഷം അവസാനിപ്പിക്കുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ, അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുമ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ് അതായിരിക്കും നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണത് ലെഡ്ജർ അക്കൗണ്ട് എന്നാണ്. എന്നാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പാർട്ട്ലി ഫ്രം ലെഡ്ജർ അക്കൗണ്ട് ആൻഡ് പാർട്ട്ലി ഫ്രം എസ്റ്റിമേറ്റ്സ് എന്നും ലെഡ്ജർ അക്കൗണ്ട്സ് എന്നും രണ്ടിന്റെ ഒരു മിക്സ് ആണ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ പർച്ചേസും സെയിൽസ് റിട്ടേൺസും എക്സ്പെൻസസും ഇൻകംസും എല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കാൻ. എന്നാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റൽസ് ആണ് എടുക്കുന്നത്. ദെൻ ഫൈനലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇറ്റ് ഗീവ്സ് ദ റീസൺ ഫോർ ഏണിംഗ് പ്രോഫിറ്റ് ഓർ ഇൻകറിംഗ് ലോസ് ആവാൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആവാനുള്ള കാരണം എന്താണ്, ആ ഒരു റീസൺ നമുക്ക് മനസ്സിലാക്കി തരും. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇറ്റ് ഡസ് നോട്ട് ഗിവ് ദ റീസൺസ് ഫോർ ഏണിംഗ് പ്രോഫിറ്റ് ഓർ ഇൻകറിംഗ് ലോസ് ഇൻകർ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് എൻഡ് ചെയ്യാനുള്ള കാരണങ്ങൾ നമുക്ക് വ്യക്തമല്ല സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും അതല്ലാന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് അത് രണ്ടാണ്. നമ്മൾ പലപ്പോഴും സൈമിൾട്ടേനിയസ്ലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് രണ്ടാണ്. ഇനി പ്രോഫിറ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം രണ്ട് മെത്തേഡുകളുണ്ട്. ആദ്യത്തെ മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് കൺവേർഷൻ മെത്തേഡ്. രണ്ട് മെത്തേഡുകളാണ് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെ മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡും സെക്കൻഡ് വൺ കൺവേർഷൻ മെത്തേഡും ആണ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോണത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് വാട്ട് ഈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ അതിലൂടെ എങ്ങനെയാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിനെ പറയണ മറ്റൊരു പേരാണ് നെറ്റ് വർത്ത് മെത്തേഡ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഓർ നെറ്റ് വർത്ത് മെത്തേഡ്. ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ ടു ഡിഫറെന്റ് ഡേറ്റ്സിൽ ക്യാപിറ്റൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഒരു പർട്ടിക്കുലർ ബിസിനസ് യൂണിറ്റിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനാദ്യം നമ്മുടെ ഒരു ബിസിനസ്, ഇപ്പോൾ എ ലിമിറ്റഡ് ബി ലിമിറ്റഡ് എന്തോ ആയിക്കോട്ടെ, ആ ഒരു പർട്ടിക്കുലർ ബിസിനസിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ പേരിൽ പറയുന്ന പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. തുടക്കത്തിൽ ഇപ്പോൾ 2020 സ്റ്റാർട്ടിങ്ങിൽ ഏപ്രിൽ 1 എത്രയായിരുന്നു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്? ആസ് പെർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. then അതേപോലെ 2020 ഏപ്രിൽ 1 തുടങ്ങി 2021 മാർച്ച് 31 നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് പീരീഡ് അവസാനിക്കുമ്പോൾ
ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും പ്രിപ്പയർ ചെയ്യും. അതായത് ഒരു കമ്പനിയുടെ രണ്ട് വ്യത്യസ്ത ഡേറ്റ്സിൽ തുടക്കവും അവസാനം ഓപ്പണിങ്ങും ക്ലോസിങ്ങും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഇനി ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അതിന് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്, അവസാനം കമ്പനി അടയ്ക്കുമ്പോൾ എത്രയാണ് ക്യാപിറ്റൽ, അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ദെൻ അതിന്ന് ആ ഒരു പീരീഡിൽ, നമ്മുടെ ഇപ്പോൾ ഈ 2020 എന്ന് പറയുന്ന പീരീഡിൽ എത്ര ക്യാപിറ്റൽ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആ ഒരു ഓണർ കൂടുതൽ ക്യാപിറ്റൽ ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ ലെസ് ചെയ്യണം. അപ്പോഴാണ് പ്രോഫിറ്റ്, ഈ വർഷത്തെ പ്രോഫിറ്റ് കിട്ടുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് 1 ലക്ഷമാണ്, ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് 1 ലക്ഷം, ആഡ് ഡ്രോയിങ്സ് 20,000, അപ്പോൾ 1,20,000. ദെൻ അതിന് ലെസ് ഫർദർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, ഈ ഒരു വർഷം ഒരു 50,000 ക്യാപിറ്റൽ കൊണ്ടുവന്നു ചെയ്യുന്നുണ്ടെങ്കിൽ ആ 1,20,000 50,000 കുറയ്ക്കാം. അപ്പോൾ ബാക്കിയുള്ള 70,000 അതായിരിക്കും ഈ വർഷത്തെ പ്രോഫിറ്റ്. സോ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്ന മെത്തേഡും കൺവേർഷൻ മെത്തേഡ്, 2 മെത്തേഡുകളാണ് നമുക്കിതിൽ ചെയ്ത് പഠിക്കാനുള്ളത്, പ്രോബ്ലംസ് റിലേറ്റ് ചെയ്ത് വരുന്നത്. അതിൽ ആദ്യത്തെ മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഓർ നെറ്റ് വർത്ത് മെത്തേഡ്. നമ്മൾ 2 ഡിഫറെൻറ്റ് ഡേറ്റ്സിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാം, ബിഗിനിങ്ങിലും അതേപോലെ ക്ലോസിങ്ങിലും. ദെൻ ക്യാപിറ്റലിനെയാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിന്റെ ആദ്യത്തെ കുറച്ചധിക ഭാഗങ്ങൾ എന്താണ്, സിംഗിൾ എൻട്രി ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻസ്, സിംഗിൾ എൻട്രി ഡബിൾ എൻട്രി ഡിഫറൻസസ് എന്താ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്താ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താ, ബാലൻസ് ഷീറ്റ് എന്താ, ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.